കാസർഗോഡ് കള്ളാർ പുഞ്ചക്കര കോട്ടക്കുന്നിൽ ചത്ത നിലയിൽ കണ്ടെത്തിയ പുള്ളിപ്പുലിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. വനം വകുപ്പ് വടക്കൻ മേഖല വെറ്റിനറി സർജൻ ഇല്യാസ് റാവുത്തറിന്റെ നേതൃത്വത്തിലാണ് പോസ്റ്റ്മോർട്ടം നടന്നത്. സ്വാഭാവിക മരണമെന്ന നിഗമനത്തിലാണ് അധികൃതരുള്ളത്. എന്നാൽ രാസപരിശോധനാ ഫലം ലഭിച്ചാൽ മാത്രമേ യഥാർത്ഥ മരണകാരണം വ്യക്തമാവുകയുള്ളൂവെന്നും അധികൃതർ അറിയിച്ചു. അത്യാധുനികവും ലോക നിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു. ബെഡ്റൂമോ, ലിവിംഗ് റൂമോ, ഓഫീസോ, സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ. ആർട്ടിക് ഫർണിച്ചർ, കാസർഗോഡ്, ഉപ്പള, മാംഗ്ലൂർ, കാഞ്ഞങ്ങാട്, വടകര. കള്ളാർ പഞ്ചായത്തിലെ പുഞ്ചക്കര കോട്ടക്കുന്നിലെ ഷാജി എന്നയാളുടെ പറമ്പിൽ കഴിഞ്ഞ ദിവസമാണ് പുള്ളിപ്പുലിയുടെ ജഡം കണ്ടെത്തിയത്. പ്രദേശവാസികൾ പറമ്പിൽ പുലിയെ ചലനമറ്റ നിലയിൽ കണ്ടതോടെ ഉടൻ തന്നെ വനം വകുപ്പിനെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും മൃഗഡോക്ടറും ഉൾപ്പെടെ സ്ഥലത്തെത്തുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ചത്തത് പെൺപുലിയാണെന്നും ജഡത്തിന് ഒരാഴ്ചയിലധികം പഴക്കമുള്ളതായും സ്ഥിരീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെ വനം വകുപ്പ് വടക്കൻ മേഖല വെറ്റിനറി സർജൻ ഇല്യാസ് റാവുത്തർ എത്തുകയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തു. ചത്ത പെൺപുലിക്ക് 4 വയസ്സ് പ്രായം വരുമെന്നാണ് അധികൃതർ പറയുന്നത്. സ്വാഭാവിക മരണമെന്ന നിഗമനത്തിലാണ് അധികൃതരുള്ളത്. പുലിയുടെ ദേഹത്ത് പരിക്കേറ്റ പാടുകളൊന്നുമില്ല. വിഷം അകത്ത് ചെന്നതായുള്ള സൂചനയുമില്ല. എന്നാൽ രാസപരിശോധനാ ഫലം ലഭിച്ചതിന് ശേഷം മാത്രമേ മരണകാരണത്തിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂവെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കള്ളാർ വനം വകുപ്പ് ഓഫീസിൽ പുലിയുടെ ജഡം മറവ് ചെയ്തു. DFO ജോസ് മാത്യു, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ K രാഹുൽ, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ MP രാജു, സുരേന്ദ്രൻ, R ബാബു തുടങ്ങിയവർ സ്ഥലത്തെത്തിയിരുന്നു. പുലിയുടെ ജഡം കണ്ടെത്തിയതോടെ വന്യജീവികളുടെ സാന്നിധ്യമുണ്ടെന്ന ആശങ്ക പ്രദേശവാസികൾ പങ്കുവച്ചിരുന്നു. വനം വകുപ്പ് വിഷയത്തിൽ ഇടപെടണമെന്നും തങ്ങളുടെ ജീവന് സുരക്ഷയൊരുക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യമുന്നയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.